അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ വരുന്ന ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനോട് ചേരുവാൻ, ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. വിശ്വാസ സ്നാനത്തെ ആസ്പദമാക്കി തിരുവെഴുത്തിൽ നിന്ന് ചില സത്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിപ്പാനും പഠിപ്പാനും വേണ്ടി ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിൻ്റെ വാതിൽ തുറന്നു തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം പതിപ്പിക്കേണ്ടതിനായും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സഭകളിൽ ഇന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് സ്നാനം സംബന്ധമായിട്ട് ഉള്ളത്. ശിശുസ്നാനമാണ് ശരിയെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അല്ല, മുതിർന്ന ആളുകളെ സ്നാനപ്പെടുത്തണം, അതാണ് ശരി എന്ന് വാദിക്കുന്നവരുണ്ട്. ചില ആളുകളാണെങ്കിൽ ഒരു കൊടിയുടെ കീഴിൽ ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത് സ്നാനമാണെന്ന് പറയുന്ന, അതിലൂടെ കർത്താവിനോട് ഈ വ്യക്തി ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സ്നാനം സംബന്ധമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ക്രൈസ്തവ സഭയിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ധാരാളം ആളുകളുടെ ഉള്ളിലുള്ളത്. എല്ലാ വാദങ്ങളും വാദഗതികളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയും നമ്മുടെ നോട്ടവും ഈ വിഷയം സംബന്ധിച്ച് തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളിൽ പറ്റുന്നവർ മുമ്പോട്ട് വന്നിട്ട് ഈ പ്രസംഗപീഠത്തിൻ്റെ വീതി ഒന്ന് അളക്കുക എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും വന്ന് അളന്നിട്ട് പറയും, കൈകൊണ്ടാണ് അളക്കുന്നത്. എന്നിട്ട് പറയും, പാസ്റ്ററെ ഇതിൻ്റെ വീതി 3 ചാണുണ്ട്, 3 ചാൺ വീതി. ചിലർ വന്നിട്ട് പറയും, അല്ല ഞാൻ അളന്നപ്പോൾ 3.25 ചാൺ. ചിലർ പറയും, അല്ലല്ല 3 ഇല്ല, 3.25 2.25 ചാൺ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും അളന്നത് നമ്മുടെ കൊച്ചു വിരലുകൾ കൊണ്ടാണ്, നമ്മുടെ കൈകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ നിലയിലാണ് പലരും ഇതിൻ്റെ അളവ് തിട്ടപ്പെടുത്തിയത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതിൻ്റെ യഥാർത്ഥമായ അളവ് കൃത്യതയോടെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോകം മുഴുവനും വസ്തുക്കളുടെ അളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അംഗീകരിച്ചിരിക്കുന്ന ഒരു മീറ്റർ സ്കെയിലുണ്ട്. ആ മീറ്റർ സ്കെയിൽ കൊണ്ടുവന്ന് ഇത് അളന്നിട്ട്, ദൈവത്തിന് സ്തോത്രം, ആ നിലയിൽ ആ മീറ്റർ സ്കെയിലുമായിട്ട് ആരുടെ അളവ് ഒത്തുവരുന്നുവോ അതായിരിക്കും കൃത്യമായ അളവെന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നിപ്പോൾ സമയം എത്രയായി? ഒരാൾ പറയും പാസ്റ്റർ 7:15, ഒരാൾ പറഞ്ഞു പാസ്റ്റർ 7:12, ഒരാൾ പറഞ്ഞു 7:14. ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പ്. ഇങ്ങനൊരു വാദത്തിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുക മുൻവിധിയോടുകൂടി. ഞാൻ പറഞ്ഞതാണ് ശരി. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഇന്ത്യയിൽ അധിവസിക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്ത്യ ഒട്ടാകെ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഘടികാരമുണ്ട്. അതിനെ IST എന്നാണ് പറയുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ISTയുമായിട്ട് ആരുടെ വാച്ച് ഒത്തുവരുന്നുവോ അതാണ് കൃത്യമായ സമയം. ISTയുമായി ആരുടെ ക്ലോക്ക് ഒത്തുവരുന്നുവോ അതാണ് കൃത്യമായ സമയം. എന്നതുപോലെ സ്നാനത്തെക്കുറിച്ച് മുതിർന്നവരെ സ്നാനപ്പെടുത്തണം, ശിശുക്കളെ സ്നാനപ്പെടുത്തണം, അല്ല സ്നാനത്തിൻ്റെ ആവശ്യമില്ല എന്നിത്യാദി വാദങ്ങളും വാദഗതികളുമൊക്കെ പാടെ ഉയരുമ്പോഴും, ഏത് വാദമാണെങ്കിലും ഏത് ചിന്താഗതിയാണെങ്കിലും ഏത് അഭിപ്രായമാണെങ്കിലും ഈ വചനവുമായിട്ട് ഒത്തുവരുന്നുണ്ടോ അതാണ് കൃത്യമായ ഉപദേശമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ അത് ഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സ്നാനം വേണ്ടെന്ന് ആര് പറഞ്ഞാലും, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയാൽ മതിയെന്ന് ആര് വാദിച്ചാലും, അല്ല മുതിർന്നവരെ തന്നെ സ്നാനപ്പെടുത്തണമെന്ന് ആര് വാദിച്ചാലും,
എല്ലാ വാദഗതികളും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഉപദേശം സംബന്ധിച്ച് തിരുവെഴുത്തെന്ന് പറയുന്നു. ആരുടെ ഉപദേശവുമായിട്ടാണ് ഈ തിരുവെഴുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഏതുപദേശത്തെ നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവവചനം എന്തു പറയുന്നു എന്നതിനെപ്പറ്റി ചിന്തിച്ച് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്ന ഒരു പദമുണ്ട്. ബാപ്റ്റിസോ, ആ പദത്തിൻ്റെ അർത്ഥം മുങ്ങുക, മുക്കുക, നിമജ്ഞനം ചെയ്യുക. ഗ്രീക്കിലെ ബാപ്റ്റിസോ എന്ന പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന പദം ഉടലെടുത്തത് തന്നെ. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം മുങ്ങുക, മുക്കുക, നിമജ്ഞനം ചെയ്യുക. ഒരിക്കലും ബാപ്റ്റിസം എന്ന വാക്കിന് തളിക്കുക എന്നൊരർത്ഥമേ ഇല്ല. തളിക്കലല്ല സ്നാനം, മുങ്ങുക, മുക്കുക. ഫിലിപ്പോസും ഷണ്ടനും അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. സ്നാപക യോഹന്നാന്റെ മുമ്പിലേക്ക് യേശു വരുമ്പോൾ അവൻ വെള്ളത്തിൽ ഇറങ്ങി, മുങ്ങി, വെള്ളത്തിൽ നിന്നും കയറി. അതാണ് നമുക്ക് വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്നാനമെന്ന് പറയുന്നത്, വിശ്വാസ സ്നാനമെന്ന് പറയുന്നത് കേവലം ഒരു തളിക്കലല്ല, വെള്ളം കുടയുന്ന ഒരു അവസ്ഥയല്ല. വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുന്ന, മുങ്ങുന്ന, മുങ്ങിപ്പൊങ്ങുന്ന ആ ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേർപെട്ട സഭകളിൽ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി കർത്താവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിമജ്ഞന സ്നാനം, മുഴുകൽ സ്നാനം നാം കഴിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ 1-ാം നൂറ്റാണ്ടിൽ സഭയിൽ ഈ സ്നാനം സ്വീകരിച്ച ആളുകൾ നിസ്സാരന്മാരൊന്നുമല്ല കേട്ടോ. യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ധാരാളം ആളുകൾ വിശ്വാസത്തിന് അധീനരായി തീർന്നു. അവർ വിശ്വാസത്തിന് അധീനരായി തീർന്നപ്പോൾ ഞാനൊരു വേദഭാഗത്തിൽ ഇങ്ങനെ കണ്ടു, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം. കണ്ടോ ആ വാക്യം? അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ അപ്പോസ്തലന്മാരിലൂടെ ഇങ്ങനെ വലിയ വീര്യപ്രവർത്തികൾ ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പൊ പുരോഹിതന്മാർ പോലും വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നു. നിസ്സാരന്മാരല്ലവര്. ജനത്തിന് അധിപതികളായി, ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥരായി നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാർ പോലും വിശ്വാസത്തിന് അധീനരായി തീർന്നു. എന്തിനേറെ പറയുന്നു, മന്ത്രവാദികൾ സ്നാനപ്പെട്ടതായി, കൂടോത്രം ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്ന, ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുന്ന മന്ത്രവാദികൾ പോലും അവർ തങ്ങളുടെ പുസ്തകങ്ങളെ തീയിൽ ചുട്ടെരിച്ച് കളഞ്ഞിട്ട് അവരും ഈ വിശ്വാസമാർഗത്തിലേക്ക് വന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വേഗത്തിൽ. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന ആഭിചാരകന്മാരായിരുന്ന, മന്ത്രവാദികളായിരുന്ന, ദുർമന്ത്രവാദികളായിരുന്ന ആളുകൾ പോലും തങ്ങൾ അതുവരെയും പ്രവർത്തിച്ചതും പരിചയിച്ചതും ചെയ്തു പോന്നതുമായ ക്ഷുദ്രപ്രയോഗങ്ങളെ, ഹീനമായ ആ ദുർമന്ത്രവാദങ്ങളെ എല്ലാം പാടെ നീക്കിക്കളഞ്ഞിട്ട്, ദൈവമേ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷുദ്രപ്രയോഗത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന സകല ഗ്രന്ഥങ്ങളും തീക്കകത്തേക്ക് എറിഞ്ഞിട്ട് തീയിൽ അതിനെ ചുട്ട് കളഞ്ഞിട്ട് ക്രിസ്തു സാക്ഷികളായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിച്ചത് പുരോഹിതന്മാർ പോലും വിശ്വാസത്തിന് അധീനരായി. എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു CSIയിലെ ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് അസറിയാസ് ജോസഫ് എന്നാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് താൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അദ്ദേഹത്തെ ഞാൻ യോഗങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, കൺവെൻഷനിൽ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സ്നാനപ്പെടുന്നതിന് മുമ്പ്
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറിയ ചില വാക്കുകൾ, തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കും അച്ഛൻ. അപ്പോൾ അച്ഛനൊരിക്കലൊരു പള്ളി സംബന്ധമായൊരു മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു സ്ഥലത്ത് ബസ്സിന് ഇറങ്ങിയിട്ട് തനിക്ക് ഓട്ടോയിലേക്ക് പോകണം. അപ്പോൾ ഓട്ടോറിക്ഷയിൽ താനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന വേളയിൽ ഈ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അച്ഛനെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായ അച്ഛനാ. അവസാനം സ്ഥലത്തിറങ്ങി ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം പണമൊക്കെ വാങ്ങിച്ച് പിരിയുന്ന സമയത്ത് ഈ ഓട്ടോ ഡ്രൈവർ ഒരു പെന്തോക്കോസുകാരനാണ്. അദ്ദേഹം ചോദിച്ചു, അച്ഛനാണല്ലേ? അതെ. ആ അച്ഛനാണെങ്കിലും കൊച്ചനാണെങ്കിലും സ്നാനപ്പെട്ടോണമെന്ന് പറഞ്ഞു. അച്ഛന് അന്നേരം പുള്ളിയെ പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല പോട് കൊടുത്തേനെ, കാരണം അത്രയ്ക്ക് ദേഷ്യമായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, അതൊരു ദൈവത്തിൻ്റെ ആലോചന പോലെ തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തറഞ്ഞു കിടന്നിട്ട് കാലാന്തരെ വിശ്വാസ സ്നാനത്തിലേക്ക് താൻ വന്നു എന്ന ഒരു സംഭവകഥ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, പുരോഹിതന്മാരിൽ പലരും വിശ്വാസത്തിന് അധീനരായി തീർന്നു. കൂടോത്രം ചെയ്യുന്ന മന്ത്രവാദികൾ പോലും വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ഇത് വളരെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സമൂഹത്തിൽ, സമുദായത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന, കോളിളക്കങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസ സ്നാനത്തിലേക്ക് ഒരാൾ തയ്യാറായി വരിക എന്ന് പറഞ്ഞാൽ. എന്താണെന്നറിയാമോ അതിൻ്റെ കാരണം? ഇത്രമാത്രം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കോളിളക്കമുണ്ടാകാൻ, ഈ കോളിളക്കം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കാതെ ശക്തമായി പൊരുതുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ 2 മഹാസംഭവങ്ങൾ ഈ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അതിനെ ഉദാഹരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ 2 പേര് ആ ലേഖനങ്ങളിൽ അത് കുറിച്ചിട്ടുണ്ട്. ഒന്ന്, അപ്പോസ്തലന്മാരിൽ പ്രധാനിയും പ്രഥമനുമായ പത്രോസ്ലീഹയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം ഒന്നെടുത്ത് 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ആ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ഇത് ഏത് കാലമാ? നോഹ എന്ന് പറയുന്ന പഴയ നിയമ ഭക്തൻ ജനമെല്ലാം മ്ലേച്ഛത പ്രവർത്തിച്ച് നടക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ ജനത മുമ്പോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഒരു ഭക്തൻ, പേര് നോഹ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ടായിരുന്നു, ശേം, ഹാം, യാഫത്ത്. പക്ഷെ അവരുടെ ഭാര്യമാരുടെ പേരും പറയുന്നില്ല. അപ്പം 4 പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ആ ഭവനത്തിലെ ഗൃഹനാഥൻ, നോഹയപ്പച്ചൻ, തൻ്റെ ആൺമക്കൾ, അവരുടെ 4 പേരുടെയും പേരുകൾ മാത്രമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ നോഹയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചിട്ട് ഭയഭക്തി പൂണ്ടിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അപ്പോൾ എബ്രായ ലേഖനകർത്താവ് പൗലോസാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നു, ഈ സംഭവം വിശ്വാസത്താൽ ഈ നോഹ പെട്ടകം പണിത കാര്യം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്നെ ചിന്തിപ്പിച്ച പദം രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു. നമ്മൾ ആദ്യം വായിച്ച വാക്യം പത്രോസ്ലീഹയുടെ വാക്കുകളാണ്. പത്രോസ് പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. എന്നിട്ട് പറയുന്ന അത് സ്നാനത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അത് സ്നാനത്തിന് പ്രതീകമാണ്, സ്നാനത്തിന് ഒരു മുൻകുറി. എന്താ കാര്യം? ഇപ്പം ജനമെല്ലാം മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഈ ജനതയെ നശിപ്പിക്കും. ഒരു വലിയ ന്യായവിധി ദൈവം തമ്പുരാൻ ഭൂമിയിൽ ഒരുക്കുകയായിരുന്നു. ഒരു വലിയ ജലപ്രളയം വരുത്തിയിട്ട് സകല ദുഷ്ടന്മാരെയും നിഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം ചിന്തിച്ച്, ദൈവം ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്ന സമയം. പക്ഷേ അവിടെയും ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമുണ്ട്. എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടാൻ, ലാസ്റ്റ് മൊമെൻ്റെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം മനുഷ്യനെ കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ നീതിപ്രസംഗിയായ നോഹയോട് പറയുകയാണ്, നീ കവലകളിൽ ചെന്ന്
നീ ജംഗ്ഷനുകളിൽ ചെന്ന്, തെരുവോരങ്ങളിൽ ചെന്ന് വരുവാനിരിക്കുന്ന ന്യായവിധിയെപ്പറ്റി നീ പ്രസംഗിക്ക്. ഒരു വലിയ മഴ പെയ്യാൻ പോവുകയാണ്. അപ്പം നോഹയ്ക്ക് പോലും മഴ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുവരെയും കാണാത്ത ഈ കാര്യത്തെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചവൻ ഒരു പൊട്ടനെ പോലെ നാടെങ്ങും ഇത് പ്രസംഗിക്കുകയാണ്, നീതിപ്രസംഗിയായ നോഹ. പക്ഷേ നോഹയുടെ ഈ പ്രസംഗം കേട്ടിട്ട് ആളുകൾ ആരും അത് ശ്രദ്ധിച്ചില്ല. വട്ടൻ നോഹ, പൊട്ടൻ നോഹ, ഭ്രാന്തൻ നോഹ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൂക്ക് വിളിച്ച് പരിഹസിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സംഭവിച്ചു. ദേശത്ത് വലിയ, അല്ലെങ്കിൽ ലോകത്തിൽ വലിയ മഴ പെയ്തു. ഒരു വലിയ ജലപ്രളയമുണ്ടായി. നോഹ പണിത പെട്ടകത്തിൽ ആ ആടുമാടുകളെ അല്ലെങ്കിൽ ജന്തുക്കളെ എല്ലാം അതിലേക്ക് പ്രവേശിപ്പിച്ചു. ഒടുവിൽ നോഹയും തൻ്റെ ഭാര്യയും തൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമല്ലാതെ ഒരു കുഞ്ഞുപോലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഈ വചനം വിശ്വസിച്ച് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഒരു കുഞ്ഞുപോലും അതിലേക്ക് പ്രവേശിച്ചില്ല. അപ്പോൾ ഈ സംഭവം പരിശുദ്ധാത്മാവിൽ കണ്ടിട്ട് പത്രോസിലേക്ക് ആ ലേഖനം എഴുതി പറയുകയാണ്, അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ശിക്ഷിപ്പാൻ വേണ്ടി, ഈ ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടി ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ദൈവം അത് ഉറപ്പിച്ചിരിക്കുന്നു, ദൈവം അത് നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് മോചനം നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അതിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി ഇതാ ഒരു രക്ഷയുടെ പേടകം സജ്ജമായിരിക്കുന്നു. വിശ്വസിച്ച് അതിനുള്ളിലേക്ക് പ്രവേശിക്കണം. അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മോചനമുണ്ട്, വിടുതലുണ്ട്, രക്ഷയുണ്ട്. പക്ഷെ അത് ഗ്രഹിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പത്രോസ് പറയുകയാണ്, അത് സ്നാനത്തിന് പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്ന, വെളിപ്പെടുവാനിരിക്കുന്ന ദൈവിക ശിക്ഷയിൽ നിന്നും ജനം വിടുവിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ സ്നാനം അത്യാവശ്യമാണെന്ന് പ്രത്യക്ഷമായി പരോക്ഷമായി പരിശുദ്ധാത്മാവിൽ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ലോകത്തെ ദൈവം ഒരു ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കൊണ്ടല്ല, ഇതിനെ തീക്കായി ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. സകല ദുഷ്ടന്മാരെയും സകല അഹങ്കാരികളെയും താളടിയാക്കത്തക്ക നിലയിൽ ലോകത്തിൽ ഒരു വലിയ വിപത്ത് സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തിലൊരു വലിയ ന്യായവിധി വെളിപ്പെടാൻ പോവുകയാണ്. അത്യുന്നതനായ ദൈവത്തിന് സഹിക്കുന്നില്ല. കാരണം ഭൂമി കാവൽ മാടം പോലെ ആടുകയാണ്. ഭൂമി കിടുകിടാ വിറയ്ക്കുകയാണ്. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുകയാണ്. കാരണം എന്താ? ഭൂലോകരുടെ അകൃത്യ നിമിത്തം ഈ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം, നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നോഹയപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ന്യായവിധിയിൽ അകപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടതുപോലെ നിങ്ങൾ ആരും ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. നമ്മുടെ കർത്താവ് വിളിച്ചു പറയുകയാണ്, വിശ്വസിക്കുക, സ്നാനമേൽക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇനി വലിയൊരു ന്യായവിധി വരാൻ പോകുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് എന്താ അറിയാമോ? ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിലായവർക്ക്, കർത്താവിനോട് ചേർന്നവർക്ക്, ഇനിയും കർത്താവിനോട് ചേരുവാൻ വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നൊരു സദ്വർത്തമാനം അറിയിക്കുകയാണ്. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. വരുവാനിരിക്കുന്ന ഒരു ന്യായവിധിയിൽ നിന്നും, വരുവാനിരിക്കുന്ന ഒരു വലിയ വിപത്തിൽ നിന്നും ഭൂലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവം വരാൻ പോവുകയാണ്, കർത്താവ് വരാൻ പോവുകയാണ്. പക്ഷേ ആ വലിയ ന്യായവിധിയിൽ നിന്നും, വലിയ ശിക്ഷാവിധിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടണമെങ്കിൽ പ്രവാചകന്മാരാരുമല്ല, സാക്ഷാൽ നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ സംഭവം, ജലപ്രളയത്തിൻ്റെ ആ സംഭവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആ പെട്ടകത്തിൽ പ്രവേശിച്ച് ആ വലിയ ന്യായവിധിയിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും മോചനം നേടിയ ആളുകളെപ്പറ്റി
പത്രോസ് തൻ്റെ തൂലിക ചലിപ്പിച്ചിട്ട് പറയുകയാണ്, അത് സ്നാനത്തിന് മുൻകുറിയാണ്, അത് സ്നാനത്തിന് രൂപകമാണ്, അത് സ്നാനത്തിന് പ്രതിരൂപമാണ്, അത് സ്നാനത്തിന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും രക്ഷ നേടാൻ, വിടുതൽ പ്രാപിക്കാൻ അത്യുന്നതനായ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ ഭാഗമായി യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് വരുവാനിരിക്കുന്ന വലിയ ന്യായവിധിയിൽ നിന്നും വലിയ ശിക്ഷാവിധിയിൽ നിന്നും മോചനം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അതിന് കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പനേരം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഹോളിൽ മുഴങ്ങുന്ന വചനങ്ങൾ ഈ വാതിലിനുള്ളിലൂടെ പുറത്തേക്ക് കടന്നു പോവുകയാണ്. ഇതിന്റെ ശബ്ദവീതികൾ ഈ ദേശത്ത് അലയടിക്കുന്നുണ്ട്. ചിലരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, സുഹൃത്തേ, നീ വിശ്വസിക്കണം. നീ വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പിന്നെ മറ്റൊരു സംഭവമാണ്, ഈ മിസ്രയീമിന്റെ അടിമത്തിൽ നിന്നും പുറത്തു വന്ന ഇസ്രായേൽ ജനത. അവർ ഇങ്ങനെ വാഗ്ദത്ത കനാനിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലാണ് ധന്യനായ പൗലോസ് ശ്ലീഹ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1-2 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ചെങ്കടൽ. ഇങ്ങോട്ടെടുക്കരുത്, വന്നാൽ എല്ലാറ്റിനും ഞാൻ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്ന ചെങ്കടൽ. പക്ഷേ ആ ചെങ്കടലിൻ്റെ ഇടയിലൂടെ, ചെങ്കടലിൻ്റെ തിരകൾക്കിടയിലൂടെ ദൈവം തമ്പുരാൻ അവർക്കൊരു ചെങ്കൽപ്പാത ഒരുക്കി കൊടുത്തു. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുറകെ ആര് വരുന്നുണ്ട്? ഫറവോനും സൈന്യവും വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇസ്രായേലിലെ ജനതയുടെ ആ ഒരു കൊച്ചു കുഞ്ഞു പോലും, ദൈവത്തിന് സ്തോത്രം, ആ ചെങ്കടലിലെ തിരകൾക്കിടയിൽ പെട്ടുപോകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ ആണ്ടുപോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇതാ പൗലോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, അവർ ചെങ്കടലിലൂടെ കടന്നുപോയത് അതും ഒരു സ്നാനത്തിന് ഉദാഹരണമായിട്ട് തന്നെ പറയുകയാണ്. എന്താ അർത്ഥം എന്ന് അറിയാലോ? അവരെ പിടിക്കുവാൻ വേണ്ടി, കൊള്ള പങ്കിടുവാൻ വേണ്ടി ആക്രോശത്തോടെ കടന്നു വരുന്ന സകല ശത്രുവിൻ്റെ സന്നാഹങ്ങളെയും ദൈവത്തിന് സ്തോത്രം പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവജനത്തിന് ഒരു വലിയ വിടുതൽ നൽകി, വിമോചനം നൽകി അവരെ അക്കരെ എത്തിച്ചത്. സ്തോത്രം. അതിൻ്റെ നടുവിൽ ദൈവം അവരെ ജയാളികളായി നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. അതും ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2 സംഭവങ്ങളും നാം നോക്കുമ്പോൾ ഭയാനകമായ അന്തരീക്ഷമാണ്. മരണമാണ് മുന്നിൽ, അല്ലെങ്കിൽ ന്യായവിധിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്നെല്ലാം ഈ 2 സംഭവങ്ങളിലൂടെ ദൈവജനത്തിന് ലഭിച്ച മോചനം, ദൈവം അവർക്ക് നൽകിയതായ രക്ഷ, ഈ 2 സംഭവങ്ങളെയും സ്നാനത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാർ ഉദാഹരിച്ച് സംസാരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2 സംഭവങ്ങളും നാം നോക്കുമ്പോൾ ഭയാനകമായ ശിക്ഷാവിധിയിൽ നിന്നുള്ള, ന്യായവിധിയിൽ നിന്നുള്ള മോചനമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയാണ് ഞാൻ ആ വാക്യം ഒന്നുകൂടി ആവർത്തിക്കുന്നത്. യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി മടങ്ങി വരാം. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. അടുത്തത്
സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് പറയുന്നത് പത്രോസിന്റെ ഭാഷയല്ലേ. പത്രോസ് പറയുകയാണ്, സ്നാനമെന്ന് പറയുന്നത് കേവലം ഒരു കുളിയല്ല, ജഡത്തിന്റെ അഴുക്ക് കളയാൻ വേണമെങ്കിൽ നമുക്ക് ഒരു കുളി കുളിച്ചാൽ മതിയാകും. 50 രൂപയുടെ ഒരു പിയേഴ്സ് സോപ്പും 20 രൂപയുടെ ഒരു തോർത്തുമുണ്ടെങ്കിൽ നമുക്ക് ജഡത്തിലെ അഴുക്ക് കളയാം, ഒരു കുളി കുളിക്കാം. പക്ഷേ പത്രോസ് പറയുകയാണ്, കേവലം ഒരു കുളിയല്ല, സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, കേവലം ഒരു കുളിയല്ല, പിന്നെയോ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ്. അങ്ങനെയെങ്കിൽ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നവര്, നിങ്ങൾ സ്നാനക്കുളത്തിൽ ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിമജ്ജന സ്നാനത്തിന് നിങ്ങൾ വിധേയപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ അന്തരാത്മാവിൽ അറിയാതൊരു പ്രാർത്ഥന ഉയരുന്നുണ്ട് കേട്ടോ. ആ പ്രാർത്ഥന ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള യാചനയാണ്, മറക്കരുത്. അപ്പൊ സ്നാനപ്പെടുമ്പോൾ നമുക്ക് കൈവരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്, ഒരുവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ അവൻ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത് ദൈവത്തോടൊരു നല്ല മനസാക്ഷി. നമുക്ക് ക്ലെയിം ചെയ്യാം, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ, കർത്താവേ, ഞാൻ നിന്റെ കൽപ്പന അനുസരിച്ചവനാണ്, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പ്രാഗൽഭ്യമാണത്. കാരണം ഞാൻ അങ്ങയെ പരസ്യമായി ജലത്തിൽ സാക്ഷിച്ചതാണ്. വിശ്വാസ സ്നാനത്തിലൂടെ നമുക്ക് നേടുവാൻ കഴിയുന്ന, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു നല്ല മനസാക്ഷിയാണ്. ദൈവത്തോടൊരു നല്ല മനസാക്ഷി പ്രാപിക്കാൻ വേണ്ടിയുള്ള നാം അറിയാതെ തന്നെ നമ്മുടെ അന്തരാത്മാവ് ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ഇതൊരു പ്രാർത്ഥന കൂടിയാണ്. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിലൂടെ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ദൈവത്തോട് ഒരു നല്ല മനസാക്ഷി സമ്പാദിക്കുകയാണ്. ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ക്രിസ്തു സംബന്ധമായ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. 1, ക്രിസ്തു മരിച്ചു. 2, ക്രിസ്തു അടക്കപ്പെട്ടു. 3, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ക്രിസ്തു സംബന്ധമായ 3 കാര്യങ്ങൾ. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ പൗലോസ് പറയുകയാണ്, ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ, അത് പാപം സംബന്ധമായി പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു നാം, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ നാം പാപം ചെയ്തവർ, പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു നാം. ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോട് നാം ഏകീഭവിക്കുകയാണ്. ക്രിസ്തു കാൽവറിയിൽ മരിച്ചു, എന്നിട്ട് അവനെ അടക്കം ചെയ്തു, അവനെ കല്ലറയിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ ആ കല്ലറ അവനെ ഒതുക്കിയില്ല. 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ അടക്കവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും, ഈ 3 കൂട്ടം കാര്യങ്ങളോട് ഒരു വ്യക്തി താദാത്മ്യം പ്രാപിക്കുന്നതാണ് സ്നാനം. അതാ പൗലോസ് പറയുന്നത്. പാപം സംബന്ധിച്ച് മരിച്ച ഒരുവനെ വെള്ളമാകുന്ന സെമിത്തേരി അടക്കം ചെയ്യുന്നു. എന്നിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കേണ്ടതിന് വേണ്ടി പുനരുദ്ധാനം പ്രാപിച്ച യേശുവിനെ പോലെ ഒരു പുതിയ മനുഷ്യനായി വെള്ളത്തിൽ നിന്നും കയറി വരുന്നു. ഇപ്പൊ യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. ഒന്നുകൂടി പറയാം. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ്
ദൈവവചന സത്യങ്ങൾ കേട്ട നിങ്ങൾ, കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നിങ്ങൾ, പാപസംബന്ധമായി മരിച്ച ആ പഴയ മനുഷ്യനെ വെച്ചോണ്ടിരിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം അല്ലേ. മരിച്ച ഒരാളെ നാം വെച്ചോണ്ടിരിക്കത്തില്ല, അടക്കം ചെയ്യും. അതാണ് ഇവിടുത്തെ തത്വമെന്ന് പറയുന്നത്. മരിച്ചാൽ ആരെയും വെച്ചുകൊണ്ടിരിക്കില്ല, അടക്കം ചെയ്യും. എന്നതുപോലെ തന്നെ പാപസംബന്ധമായി മരിച്ച ഒരുവനെ വെള്ളമാകുന്ന സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നു. എന്നിട്ട് അടക്കം ചെയ്യപ്പെട്ടവൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന എങ്ങനെയാണെന്നറിയാമോ? പഴയ മനുഷ്യനായിട്ടല്ല. സകല മ്ലേച്ഛതകളും പാപങ്ങളും എല്ലാം വെടിഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഒരു ജീവിക്കുന്ന സാക്ഷിയായി, ഒരു ജീവന്റെ സാക്ഷ്യമായി, ദൈവത്തിന് സ്തോത്രം, ഒരു പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്നാന സംബന്ധമായിട്ട് 6-7 ചോദ്യങ്ങൾ ന്യായമായും ചിലരെങ്കിലും നമ്മളോട് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സ്നാനം? സ്നാനം എന്തിനു വേണ്ടിയാണ്? സ്നാനം ആർക്ക് വേണ്ടിയാണ്? സ്നാനം എപ്പോഴാണ്? സ്നാനം എവിടെ വെച്ച് നടത്തണം? സ്നാനം ആര് നടത്തണം? ഇങ്ങനെയുള്ളതായ 6-7 ക്വസ്റ്റ്യൻസ് നമുക്കെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. അതിനെല്ലാം വ്യക്തമായ ഉത്തരമാണ് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മക്കൾ, അല്ലെങ്കിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ പഴയ മനുഷ്യനെ വെള്ളമാകുന്ന സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടി ഒരു പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരുന്ന ഒരു അനുഭവം, അതാണ് സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. അപ്പോൾ ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് കർത്താവ് നൽകിയ കൽപ്പനയെന്നാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ കൽപ്പന. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആധാർ കാർഡ് എടുക്കണമെന്ന് ഔദ്യോഗിക തലത്തിൽ നിന്നൊരു അറിയിപ്പുണ്ടായപ്പോൾ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് നാം അത് സമ്പാദിച്ചത്, അല്ലെങ്കിൽ അത് നേടിയെടുത്തത്. കാരണം രാജ്യത്തിൻ്റെ നിയമമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 2 വീലർ ഓടിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ നാടിൻ്റെ നിയമമാണ്. ഇതെല്ലാം അംഗീകരിക്കാനും അനുസരിക്കുവാനും ഈ രാജ്യത്തിലെ ഒരു പ്രജ എന്ന നിലയിൽ, ഈ രാജ്യത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അതിന് തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയരെ, കർത്താവിൻ്റെ കൽപ്പന എത്രയോ അധികമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം എന്ന്, അല്ലെങ്കിൽ യോർദാൻ നദിയിൽ യോഹന്നാനാൽ യേശു കർത്താവ് സ്നാനമേറ്റതുപോലെ വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി ആ ഒരു നിലയിലുള്ള നിമജ്ഞന സ്നാനം കഴിക്കണമെന്ന് കർത്താവ് നമുക്കൊരു മാതൃക തന്നേച്ചു പോയെങ്കിൽ അത് പാലിക്കുന്നതിൽ എന്താണ് ഇത്ര മടി? അത് പാലിക്കുന്നതിൽ, അതനുസരിക്കുന്നതിൽ എന്താണ് ഇത്ര അമാന്തം? പ്രിയരെ, അതിനുവേണ്ടി ഒരുങ്ങിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ വാക്യവും മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യവും കൂടി വായിക്കുമ്പോൾ, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. സ്നാനപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും, സ്നാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മരിക്കുന്നത് വരെ സ്നാനപ്പെടാൻ മനസ്സ് കാണിക്കാതെ മടിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പറ്റി പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കി കളയുകയാണ്. അങ്ങനെയെങ്കിൽ സ്നാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉയർന്നു വന്ന ഏതൊരു മനുഷ്യനും അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിലപ്പെട്ട ആലോചനയാണ്. പരീശന്മാരും മറ്റും ഈ ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കാൻ തയ്യാറാകാതെ
ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് പാലിക്കാൻ, അതനുസരിക്കാൻ നമുക്ക് ലഭിച്ച കൃപ എത്രയോ വലുതാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം കൂടി വായിച്ചാട്ട്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്ക. യേശു ഇങ്ങനെ യോർദാൻ നദിയിലേക്ക് ചെല്ലുകയാണ്. സ്നാപക യോഹന്നാനാൽ സ്നാനപ്പെടുവാൻ വേണ്ടി യേശു ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്നാപക യോഹന്നാൻ ഭയപ്പെട്ടു പോയി. അയ്യോ കർത്താവേ, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കണം, ഞാൻ അങ്ങയെ സ്നാനപ്പെടുത്തുകയോ? ദൈവത്തിന് സ്തോത്രം, മടിച്ചു നിൽക്കുകയാണ്, പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് പറയുകയാണ്, എന്താ അവനോട് പറഞ്ഞത്? ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അങ്ങനെയെങ്കിൽ ദൈവനീതി നിവർത്തിക്കലാണ്. ഇത് ദൈവമക്കൾക്ക് ഉചിതമായൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം, ഇത് നമുക്ക് ഉചിതമായ കാര്യമാണ്. കർത്താവിനെ ഭയപ്പെടുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. സങ്കീർത്തനത്തിൽ 33-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനൊരു വാക്യമുണ്ട്: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം, ദൈവത്തിൻ്റെ ആലോചനയാകുന്ന സ്നാനം, അത് വൃഥാവാക്കാതെ അത് പാലിക്കുന്നത്, അത് സ്വീകരിക്കുന്നത്, അതിനുവേണ്ടി വിധേയപ്പെടുന്നത്, അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി കർത്താവിനെ പോലെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന അനുഭവം, അത് രക്ഷിക്കപ്പെട്ടവർക്ക് ഉചിതമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ഉചിതമാണ്. ഇന്ന് രാത്രിയിൽ അത് സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്നാനമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വലിയ ശിക്ഷാവിധിയിൽ നിന്നുള്ള ഒരു വിമോചനമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. കർത്താവിൻ്റെ ആലോചന സ്വീകരിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് ഉചിതമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി സ്നാനം എന്തിനാണ്? അതാണ് നാം വായിച്ചത്. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. യേശുക്രിസ്തുവിനോട് ചേരുന്നതാണ് എന്ത്? സ്നാനമെന്ന് പറയുന്നത്. നന്നായിട്ട് മീൻകറിയൊക്കെ വെക്കാൻ കഴിവുള്ള ആൻറ്റിമാര്, അമ്മാമ്മമാരെ ഇവിടെ ഇരിക്കുന്നത്. ഒരു മീൻകറിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേരുവകൾ അതിനകത്ത് ചേരണം, അല്ലേ? കുടമ്പുളി വേണം, കറിവേപ്പില വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, അല്ലേ? എന്തെല്ലാം വേണം. ഇതെല്ലാം ഇട്ടിളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഈ മീൻകറി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓർക്കണം, ഇതിൽ നിന്നും ഒന്നിനെയും വേർപിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ചേരുവകളെല്ലാം നന്നായിട്ട് അതിൽ ചേർന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചിട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പ് ഇതിനകത്തിട്ടാൽ ഈ ഉപ്പ് ഇതിനകത്ത് വെള്ളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ലയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഒരുവൻ ചേരുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ലയിക്കുക എന്നാണ് അർത്ഥം. യേശുക്രിസ്തുവിനോട് ലയിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. ഒന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്നും ഉപ്പ് കണങ്ങൾ പിന്നീട് തിരികെ എടുക്കുവാൻ കഴിയാത്ത നിലയിൽ ഈ വെള്ളത്തിൽ അത് ലയിച്ചു ചേരുന്നത് പോലെയുള്ള അനുഭവമാണ് ഒരുവൻ വിശ്വാസ സ്നാനത്തിലൂടെ സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ നേടിയെടുക്കുന്നത്. പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനൊരു വാക്യമുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സ്നാനപ്പെടുന്നവൻ അതിനെക്കാട്ടിലുപരിയായി യേശുക്രിസ്തുവിനോട് ചേരുകയാണ്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്, ക്രിസ്തു സഭയുടെ തലയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവൻ ദിനം പ്രതി സഭയോട് ചേരുന്നു. വിശ്വാസ സ്നാനത്തിലൂടെ അതിനേക്കാളും ആഴമായൊരു ബന്ധത്തിലേക്ക് അവൻ വരുന്നു. യേശുക്രിസ്തുവിൽ ലയിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ദൈവത്തിന് സ്തോത്രം.
ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യ എന്ന പട്ടണത്തിൽ ഭയങ്കര ദൈവപ്രവർത്തി നടക്കുകയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനിലൂടെ വൻ കാര്യങ്ങൾ പരിശുദ്ധം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉണർവിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ആ കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഏപ്പാടിപ്പോയി. കാരണം അവൻ മഹതി എന്ന ദൈവശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ശമരിയിലുള്ള ആളുകളെല്ലാം ഭ്രമിപ്പിച്ച ഒരു വ്യക്തിയാണ്. അവൻ്റെ പേര് ശിമോൻ എന്നാണ്. ആളുകളെല്ലാം രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പരിശുദ്ധാഭിഷേകം പ്രാപിക്കുന്ന കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇനി അവൻ്റെ ഈ ജാലവിദ്യകളൊന്നും ഇവിടെ ഫലിക്കത്തില്ല. അവനും സ്നാനപ്പെട്ടു. പക്ഷെ റിയൽ മാനസാന്തരമായിരുന്നില്ല, യഥാർത്ഥമായ മാനസാന്തരമായിരുന്നില്ല. എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവൻ അത് പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷെ അവനെപ്പറ്റി രേഖപ്പെടുത്തിയൊരു വാക്യമുണ്ട്, 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും എല്ലാം കണ്ട് അവൻ ഭ്രമിച്ചു. പക്ഷെ മാനസാന്തരം ശരിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അവൻ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നെന്നല്ല, ഫിലിപ്പോസിനോട് ചേർന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ചിലയിടങ്ങളിലൊക്കെ പലരും സ്നാനപ്പെടാറുണ്ട്. ആ സ്നാനപ്പെടുത്തുന്ന പാസ്റ്ററോടും അല്ലെങ്കിൽ അതിനുവേണ്ടി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് അതിൻ്റെ പേരിൽ സ്നാനപ്പെടുന്നവരുണ്ട്. ഒടുവിൽ ആ പാസ്റ്റർ ട്രാൻസ്ഫറായിട്ട് പോകുമ്പോൾ ഈ പുള്ളി പിന്നെ സഭയിൽ കാണത്തില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ വ്യക്തികളിലല്ല, ആളിൽ ചേരുന്നതല്ല സ്നാനം. ആരെങ്കിലും കണ്ടിട്ട് ആ പേരിൽ ചേരുന്നതല്ല, ആ പേരിൽ സ്വീകരിക്കുന്നതല്ല സ്നാനമെന്ന് പറയുന്നത്. ഒരു ഇളക്കപ്പെരുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ഉണർവിൽ അത് കണ്ട മാത്രയിൽ ഹൃദയത്തിലുണ്ടായ ഒരു ആവേശ തിരത്തള്ളലിൽ ഈ മഹതി എന്ന പേരിൽ അറിയപ്പെട്ട ഈ മാന്യൻ, ഈ ശിമോൻ, അവനും സ്നാനപ്പെട്ടു. പക്ഷേ അവൻ ക്രിസ്തുവിനോട് ചേർന്നില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് അവനെ ശകാരിച്ചിട്ട് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ട് നിന്റെ വഷളത്വമെല്ലാം നീ കളയണം. എന്നിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പാപം ക്ഷമിച്ചു തരുമായിരിക്കും എന്നവനോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുന്നതാണ്. സ്നാനപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഉപദേശിയോട് ചേരുന്നതല്ല. അതിനുവേണ്ടി മുൻകൈയെടുത്ത വ്യക്തികളോടുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നതല്ല. യഥാർത്ഥമായ മാനസാന്തരം വന്ന ഒരുവനിൽ, ദൈവത്തിന് സ്തോത്രം, അവനിൽ പാപബോധം വന്നിട്ട്, പശ്ചാത്താപം വന്നിട്ട്, അവൻ്റെ ഉള്ളിലുണ്ടായ വീണ്ടും ജനനമെന്ന് പറയുന്ന ആന്തരിക അനുഭവത്തിൻ്റെ ബാഹ്യ സാക്ഷ്യമായി അവൻ ചെയ്യുന്ന ഈ വിശ്വാസ സ്നാനം, അത് കർത്താവായ യേശുവിനോട് ചേരുന്നതാണ്. അപ്പോൾ സ്നാനം എന്തിനാണ്? യേശുവിനോട് ചേരാനാണ്. 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്നൊരു വായിച്ചാട്ട്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്ന അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി, സകലമിത പുതുതായിരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിൽ ഒരു പുതിയ മനുഷ്യനായി മാറുന്ന, ഒരു നല്ല ദൈവപൈതലായിത്തീരുന്ന നവ്യമായ അനുഭവമാണ് വിശ്വാസ സ്നാനത്തിലൂടെ ഒരുവൻ കൈവരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ മുങ്ങി, യോഹന്നാന്റെ കൈക്കീഴെ സ്നാനമേറ്റ് താനിങ്ങനെ പൊങ്ങി വരുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. അന്ന് വരെ കേൾക്കാത്ത ഒരു ശബ്ദം. യേശു കർത്താവിന് 30-ാമത്തെ വയസ്സിലാണ് യേശു സ്നാനപ്പെടുന്നത്. ആ 30 വർഷത്തിനിടയിൽ, 3 പതിറ്റാണ്ടുകൾക്കിടയിൽ സ്വർഗീയ പിതാവ് പറയാത്ത ഒരു കാര്യം അന്ന് പറയുകയാണ്. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവം അധരം തുറന്ന് അവിടെ കൂടി വന്ന ആളുകൾ കേൾക്കെ
ശക്തമായി ശക്തിയേറിയ ആ നിലയിൽ പിതാവാം ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്, വിശ്വാസ സ്നാനം ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവൻ ദൈവത്തിന് പ്രസാദമുള്ളവനായി മാറുകയാണ്. നാളെ കഴിഞ്ഞ് പ്രഭാതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന പ്രിയരെ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ നിങ്ങളെ ചൊല്ലിയും ദൈവം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ജീവിതത്തിൽ ഇത്രയും നാളും ലഭിക്കാത്തൊരു ദൈവപ്രസാദം, ഇത്രയും നാളും നിങ്ങൾക്ക് കിട്ടാത്തൊരു ദൈവപ്രസാദം സ്നാനത്തിലൂടെ നിങ്ങൾ നേടുകയാണ്. കേട്ടോ, നിസ്സാരമല്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി എന്ന് നിങ്ങളെ ചൊല്ലി സ്വർഗീയ പിതാവ് സന്തോഷത്തോടെ ഘോഷിക്കുന്ന ഒരു സമയമാണത്. ഇന്ന് രാത്രിയിൽ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, ആ ഒരു അനുഭവം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ദൈവപ്രസാദം നേടുന്നവരായി മാറുകയാണ്. നിങ്ങൾ ദൈവപ്രസാദം പ്രാപിക്കുകയാണ്. ദൈവപ്രസാദം ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഞാൻ അവിടെ കണ്ടത് ഇങ്ങനെയാണ്, ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗം തുറന്നു എന്നാണ്. അല്ലേ, സ്വർഗം തുറന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. ദൈവത്തിന് അപ്പൊ സ്നാനമേറ്റ് യേശു ഇങ്ങനെ ആ യോർദാനിൽ നിന്ന് കയറി വരുമ്പോൾ കർത്താവിൻ്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞാൻ പലരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വിശ്വാസ സ്നാനം സ്വീകരിച്ചതിൻ്റെ പേരിൽ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉപ്പാപ്പൻ അല്ലെങ്കിൽ അമ്മാച്ചൻ വാതില് കൊട്ടിയടച്ചു, നീ ഇനി ഇവിടെ കയറിപ്പോകരുതെന്ന് പറഞ്ഞു, നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആട്ടി പുറത്താക്കപ്പെട്ട ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ ഉപ്പാപ്പൻ്റെ വീടിൻ്റെ വാതിൽ നിങ്ങൾക്കെതിരെ അടഞ്ഞാലും നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ലോകത്തിൽ നിങ്ങളുടെ സ്നേഹിതന്മാരുടെ വീടിന്റെ വാതിലുകൾ നിങ്ങൾക്കെതിരെ കൊട്ടിയടച്ചേക്കാം, ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞേക്കാം, നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറക്കുന്ന ഒരു സ്വർഗ കവാടമുണ്ട്. അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉടനെ സ്വർഗം തുറക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ടവരെ, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തവരെ, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ കവാടം തമ്പുരാൻ തുറക്കുകയാണ്. ലോകത്തിൽ ഏതെല്ലാം കവാടങ്ങൾ നിങ്ങൾക്കെതിരെ അടയപ്പെട്ടാലും, ആരെല്ലാം നിങ്ങൾക്കെതിരെ വാതിലുകൾ അടച്ചാലും, ആരെല്ലാം നിങ്ങൾക്കെതിരെ കഥകൾ അടച്ച് സാക്ഷായിട്ടാലും, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. ആ നവ്യമായ അനുഭവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ നിസ്സാരന്മാരല്ല. ഇതിലൂടെ നിങ്ങൾ ശക്തമായ ദൈവകൃപ പ്രാപിക്കുകയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ അത് പ്രാപിപ്പാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഈ ദേശനിവാസികളെ ചിലരെ ഒരുക്കേണ്ടതിനായി ഞാൻ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനോട് ചേരുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ദൈവപ്രസാദമുണ്ടാകുവാൻ, സ്വർഗ കവാടം നമുക്ക് വേണ്ടി തുറക്കുവാൻ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സ്നാനത്തിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയാണ്. സ്നാനം ആർക്കാണെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെട്ടവർക്കാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട്, 1-2 ആഴ്ചകളായി മാനസാന്തരത്തെപ്പറ്റി ഞാനിവിടെ പ്രസംഗിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഒരു കൗൺസിലർ വിചാരിച്ചാൽ ഒരു കുടിയനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചേക്കും. ഒരു നല്ല സൈക്യാട്രിസ്റ്റിനും ഒരാൾക്കൊരു രൂപാന്തരം വരുത്തുവാൻ സാധിച്ചേക്കാം. പക്ഷേ
ആ മാനസാന്തരം മാത്രമല്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരവും സുവിശേഷത്തിലുള്ള വിശ്വാസവും അത് രണ്ടും കൂടി ഇഴപിരിയ കയറ് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാനസാന്തരപ്പെട്ടവർക്കാണ് വിശ്വാസ സ്നാനം വേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം വായിച്ചു കേട്ടതാണ്. യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. അപ്പോൾ വിശ്വസിക്കണം, വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഒരുവന്റെ ഹൃദയത്തിൽ ഈ വിശ്വാസം അങ്കുരിച്ചു. പക്ഷെ ആ വിശ്വാസം ഇങ്ങനെ ആരും കാണാതെ ആരും കേൾക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നില്ല. അവനൊരു ഷണ്ടൻ, ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടനാണ്. അദ്ദേഹത്തെ പറ്റി കാണുന്നു 8-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിന്റെ അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. സ്വയം പറയണം, അല്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിൻ്റെ പേരിൽ മുതിർന്ന ഒരു വ്യക്തി പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളല്ല വിശ്വാസ സ്നാനത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തി തന്നെ അവൻ്റെ സ്വന്തം നാവുകൊണ്ട് ഏറ്റുപറയണം. അവൻ്റെ സ്വന്തം നാവുകൊണ്ട് തന്നെ വിശ്വാസം ഏറ്റുപറയണം. ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവനെന്താ പറഞ്ഞതറിയാമോ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും മടിച്ചില്ല. തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ, ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ, യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ ആ മനുഷ്യനെ വെള്ളമുള്ള സ്ഥലത്ത്, ഏറിയ വെള്ളമുള്ള സ്ഥലത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഫിലിപ്പോസ് സ്നാനം കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസ സ്നാനം ആർക്കാണ്? മാനസാന്തരപ്പെട്ടവർക്കാണ്. വിശ്വാസ സ്നാനത്തിന് തൊട്ടു മുമ്പായി ഒരുവനിൽ ആന്തരികമായ മാറ്റമുണ്ടായിരിക്കണം, മാനസാന്തരമുണ്ടാകണം. പിന്നെ കർത്താവിൽ അവൻ വിശ്വസിക്കണം. ആ വിശ്വാസം അവൻ പരസ്യമായി ഏറ്റുപറയണം, രക്ഷിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ചിലർ ചിന്തിക്കാറുണ്ട്, സ്നാനം എപ്പോഴാണ് ചെയ്യേണ്ടത്? അതിന് എന്തെങ്കിലും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടോ? ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും അതിനൊരു സമയദൈർഘ്യം ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ന്റെ അവൻ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. വിശ്വസിച്ചാൽ ഉടൻ തന്നെ, യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വന്തരിഷതമായി സ്വീകരിച്ചാൽ, വചനം കേട്ട് പാപബോധം വന്ന് ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായെന്നുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചിട്ട് അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണമെന്നുള്ള, ആ താതാത്മ്യപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും സമയം നീട്ടിക്കൊണ്ടു പോകരുത്. ആ അമാന്തം, ആ സമയ ദൈർഘ്യമുണ്ടല്ലോ, പലപ്പോഴും പലരുടെ ജീവിതത്തിൽ പല പല വിപത്തുകൾക്ക് കാരണമായി ഭവിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുപോലൊരു രാത്രി യോഗത്തിൽ, എൻ്റെ സുവിശേഷ വേലയുടെ തുടക്കത്തിലാണ്, അന്ന് മറിയപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്നാനത്തിന് വേണ്ടി തയ്യാറായ ചിലർക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഒട്ടും താമസിക്കരുത്, നിങ്ങൾ വേഗത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫലിതരൂപേണ പറഞ്ഞിട്ടുണ്ട്, ഈ ചില ഡെഡ് ബോഡികളൊക്കെ നമ്മൾ കൊണ്ട് മോർച്ചറിയിൽ കൊണ്ട് വെക്കാറില്ലേ, മോർച്ചറിയിൽ കൊണ്ട് വെച്ച്, അപ്പച്ചൻ മരിച്ചപ്പോൾ കൊണ്ടുപോയി മോർച്ചറിയിൽ കൊണ്ട് വെച്ച് ആൾക്കാർ കാര്യം തിരക്കി പറഞ്ഞു, മോൻ വരാനുണ്ടെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് അപ്പച്ചനെ അടക്കത്തുള്ളൂ. എന്താ കാര്യം? മോൻ വരാനുണ്ട്. എന്നിട്ട് ഞാൻ എന്നും പറഞ്ഞല്ലോ കേട്ടോ, ഇതുപോലെ കുറച്ച് ആൾക്കാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചില ആളുകൾ ചിന്തിക്കുന്നത്
മോൻ വന്നിട്ട് സ്നാനപ്പെടാം, നീ മോർച്ചറി വിശ്വാസിയാണെന്ന് പറഞ്ഞു. കുറ്റിച്ചൽ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് കുറ്റിച്ചൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു ആൻറ്റി ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ട ആളാണ്. മോൻ ഗൾഫിലാണ്. മോൻ വന്നിട്ട് അവൻ്റെയും കൂടി സമ്മതപ്രകാരം സ്നാനപ്പെടാൻ വേണ്ടി പുള്ളിക്കാരത്തി ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര രൂപാന്തരം. ഓടി വന്നിട്ട് പറയാണ്, പാസ്റ്റർ ഞാനും നാളെ സ്നാനപ്പെടാൻ പോവുകയാണ്. പാസ്റ്റർ പറഞ്ഞ മോർച്ചറി വിശ്വാസി ഞാനാണ്, ഞാനിനി മോർച്ചറിയിൽ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് അന്ന് എനിക്കന്ന് ഓർഡിനേഷൻ ഒന്നുമില്ല. അന്നൊരു സെൻട്രൽ പാസ്റ്ററിനെ വരുത്തി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വരുന്നത്, ചുരുക്കി പറഞ്ഞാൽ ആ ആൻറ്റിയെയും സ്നാനക്കടവോളം എത്തിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വസിച്ചാലുടൻ, സമയം ദൈർഘിപ്പിക്കണ്ട, താമസിയാതെ തന്നെ കാരാഗൃഹ പ്രമാണിയും കുടുംബവും സ്നാനം സ്വീകരിച്ച ചരിത്രമാണ് നാം കണ്ടത്. ഒന്ന് രാത്രിയിൽ ഭയങ്കര ഒരു ഭൂകമ്പം ആ കാരാഗൃഹത്തിൽ നടക്കുകയാണ്. ആമത്തിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിയുകയാണ്, കെട്ടുകൾ പൊട്ടിമാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. പകലിൻ്റെ മണിക്കൂറുകളിൽ അവരെ അനാവശ്യം പറഞ്ഞ, അവരെ ചീത്ത വിളിച്ച, അവർക്ക് നേരെ മുഷ്ടി ചുരുട്ടിയ, അവർക്ക് നേരെ കണ്ണുരുട്ടിയ ആ കാരാഗ്രഹ പ്രമാണിയിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ചിന്തിച്ചത് എങ്ങനെയാണ്? ഇന്ന് രാത്രിയിൽ എല്ലാ തടവുകാരും ഓടി രക്ഷപ്പെട്ട് കളയും, രക്ഷപ്പെട്ടു പോകും. നാളെ എൻ്റെ കാര്യം അധോഗതിയാണ്, എന്നെ വിസ്തരിക്കും, ഞാൻ കുറ്റക്കാരെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊല്ലുവാൻ വാളൂരി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസ്ലീഹ ഓടിച്ചത് പറയാ, അരുത്, നീ ആത്മഹത്യ ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അന്ന് രാത്രിയിൽ കാരാഗ്രഹ പ്രമാണിയോട് യേശു ക്രിസ്തുവിനെ പറ്റി പൗലോസ് പ്രസംഗിച്ചു. തൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു, അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, താമസിയാതെ അവനും കുടുംബവും സ്നാനമേറ്റു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വസിച്ചാൽ ഉടൻ തന്നെ, വിശ്വാസം ഏറ്റു പറഞ്ഞാൽ ഉടൻ തന്നെ, ദീർഘിപ്പിക്കണ്ട കേട്ടോ, ദീർഘിപ്പിക്കണ്ട, വേഗത്തിൽ തന്നെ നീ സ്നാനം ഏൽക്കണം. വിശ്വസിച്ചാൽ ഉടൻ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ എവിടെ വെച്ച് സ്നാനം നടത്തണം, എവിടെ വെച്ച് സ്നാനം നടത്തണം എന്നുള്ളൊരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നൊരു വാക്യമാണത്. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു കൊച്ചു ബക്കറ്റിൽ വെള്ളമുണ്ടായിരുന്നു അല്ല, അവിടെ ആ അരുവിയിൽ അല്ലെങ്കിൽ ആ തോട്ടിൽ, ആ പുഴയിൽ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ വളരെ വെള്ളമുള്ള ഇടത്താണ്, കാരണം ഒരു സ്നാപകനും സ്നാനാർത്ഥിയും ഇറങ്ങി നിമജ്ഞന സ്നാനം ചെയ്യുവാൻ തക്കവണ്ണം അത്രമാത്രം വെള്ളമുള്ള ഒരു സ്ഥലത്ത് തന്നെ വേണം സ്നാനം നടത്താൻ. അല്ലാതെ ഒരു കൊച്ചു തൊട്ടിയിലോ ഒരു കപ്പിലോ ഒരു മഗ്ഗിലോ ഉള്ള വെള്ളത്തിലുള്ള തളിക്കലല്ല യഥാർത്ഥ സ്നാനമെന്ന് പറയുന്നത്. ഐനോനിൽ വളരെ വെള്ളമുള്ള ഇടത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടെ വളരെ വൻപിച്ച ജനാവലി സ്നാനമേൽക്കുകയാണ്. വളരെ വെള്ളമുള്ളിടത്ത് സ്നാനപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പം സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിലിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരിക്കൽ വാട്സാപ്പിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു സ്നാപകൻ ഒരു ദൈവദാസൻ ഒരാളെ സ്നാനപ്പെടുത്തുക, ഒരു വലിയ പ്ലാസ്റ്റിക് കൂട പോലെയുള്ള ഒരു സംവിധാനം കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് പുള്ളി ഇതിൻ്റെ പുറകെ ഇങ്ങനെ വെളിയിൽ നിൽക്കുക. ഈ പാവം പിടിച്ചതിനെ ഇറക്കിയിട്ട് പുള്ളി ഇവിടെ നിന്ന് വെള്ളം, പുള്ളി നനങ്ങുന്നില്ല. പണ്ടാരോട് പറഞ്ഞാലേ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി. അതൊന്നും ദൈവവചനവുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിലിറങ്ങി. അങ്ങനെയാണ് വിശ്വാസ സ്നാനം. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടിയല്ല വിശ്വാസ സ്നാനമെന്ന്. വളരെ വെള്ളമുള്ളെടുത്ത് സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിലിറങ്ങി ആണ് സ്നാനം.
ഇനി സ്നാനം ഏത് നാമത്തിൽ വേണം? മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കുകയാണ്. യേശു പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വേർപെട്ട ദൈവസഭ, വിശേഷാൽ നമ്മുടെ സഭ, ദൈവത്തിൻ്റെ ദാസന്മാർ, എനിക്കറിയാം, എനിക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ ഉൾപ്പെടെ കാലാകാലങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട സകല ദൈവദാസന്മാരും ഈ വചനം അനുസരിച്ച് അതേപോലെ തന്നെയാണ് സ്നാനാർത്ഥികളെ സ്നാനം കഴിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുക്കുകയാണ്. അതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ അതിനോട് താതാത്മ്യം പ്രാപിച്ച് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ അതിനോട് ഏകീഭവിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുന്ന ദിവ്യമായ അനുഭവം. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇത് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നുള്ള ഒരു രക്ഷ നേടലാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് പെന്തക്കോസ്തിൻ്റെ ഉപദേശമല്ല, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇത് അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ചെയ്തു പോരുന്ന ഒരു കാർമ്മിക ശുശ്രൂഷയാണ്. ഓതറയിൽ ഇന്നും ഇപ്പോഴും ഇതിനു വേണ്ടി ദൈവം ചിലരെ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. തുറന്ന ചങ്കിലെ ചോരയാൽ എന്നെ കഴുകണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ കഴിഞ്ഞ് വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന, തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായി നിങ്ങൾ മുമ്പിലേക്കൊന്ന് വന്ന് നിൽക്കണം. ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയാൻറ്റി, ബെന്നിച്ചാൻ, അതുപോലെ തന്നെ സഹിച്ചാനും മോനൊക്കെ മുമ്പോട്ട് വന്ന് നിന്നാട്ടെ. ദൈവദാസന്മാരെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. തുറന്ന ചങ്കിലേ ചോരയാലെ എന്നെ കഴുകുക, ഞാനും നിന്നെ നേടുവാൻ. തുറന്ന ചങ്കിലേ ചോരയാലെ എന്നെ കഴുകുക, ഞാനും നിന്നെ നേടുവാൻ. ജീവമന്നായേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഗീതം പോലെ. ജീവമന്നായേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഗീതം പോലെ. ക്രൂശിൻ മറവിൽ വരും നീതാ എന്നെ ശുദ്ധമാക്കിയിടും.